സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം തയ്യാർ ചെയ്തു കൊടുക്കുകയാണ്. സ്വന്തം ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ടോ ഭർത്താവിന്റെ സമ്മതമില്ലാതെയോ ഒരു സ്ത്രീയും ഒരു സ്ഥലത്തും പോകാൻ പാടില്ല. അത് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമാണ്. ആ നിയമം ലംഘിക്കാൻ പാടില്ല. ചിലപ്പോ പ്രസംഗിക്കുന്ന ആളുടെ പ്രസംഗത്തിന്റെ ഈണത്തിലും മറ്റും ഭർത്താവിനെ മറന്നു പോകാൻ പാടില്ല. ഭർത്താവിന് ഭർത്താവിന്റെ അർഹതപ്പെട്ട സ്ഥാനം വകവെച്ചു കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആ ഭക്ഷണവുമായി അവിടെ കൂടുകയും ഇബാദത്ത് എടുക്കുകയും ചെയ്യുന്നു. അതിലിടക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നത്. അങ്ങനെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആ മഹത്തായ സൂറത്തിന്റെ ആദ്യ ഭാഗം ഓതിക്കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ വാചകം തന്നെ ഇഖ്റ, ഓതുക, വായിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചെറിയ സ്ക്രീൻ പോലെ അല്ലെങ്കിൽ പലക പോലെയുള്ള ഒരു വസ്തുവിൽ എന്തോ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ എഴുത്ത് അത് സാധാരണ എഴുത്തായിക്കൊള്ളണമെന്നില്ല, മലക്കൂത്തിയായ എഴുത്തായിരിക്കാം. ആ എഴുത്ത് കാണിച്ചുകൊണ്ടാണ് വായിക്കാൻ പറഞ്ഞത്. ഇഖ്റ, വായിക്കണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് എന്നല്ല 40 വയസ്സോളം കാലം എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല. കാരണം ശേഷം അവിടുന്ന് ലോകത്ത് കൊണ്ടുവരുന്ന പരിശുദ്ധ ഖുർആൻ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. ദാമത്ത് ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയ്യിന ഇദ് ജാഅത് വലം തദുമി. അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ആ പരിശുദ്ധ ഖുർആൻ, അതിലെ ആശയങ്ങളും അതിന്റെ ഘടനയും അതിന്റെ ഭംഗിയും അതിന്റെ സ്ഥിരതയും അതിന്റെ സ്ഥിരീകരണവും അതിന്റെ സാഹിത്യവും അതിന്റെ സർവവിധ മഹത്വങ്ങളും അല്ലാഹുവിന്റെ ഗ്രന്ഥമായ, അവനിറക്കി കൊടുത്ത കലാമായ, അവനെത്തിച്ചു കൊടുത്തതായ ആ മഹത്തായ ഗ്രന്ഥം എന്നതാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ചു പഠിച്ചതല്ല, എഴുതി പഠിച്ചതല്ല, മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്ന് പകർത്തിയതല്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വയസ്സുവരെ എഴുത്തും വായനയും പരിചയപ്പെടുത്തിയിട്ടുമില്ല. നബിതങ്ങൾ അത് പഠിച്ചിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ നബിതങ്ങൾ ലോകത്തുള്ള മുഴുവൻ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിക്കുന്ന ഏറ്റവും ആശയ ഗാംഭീര്യമുള്ള ശ്രവണമധുരമായ ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ ഇതൊരിക്കലും സ്വന്തത്തിൽ നിർമ്മിച്ചതല്ല എന്ന് ബോധ്യപ്പെടാനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സുവരെ എഴുത്തും വായനയും ഒന്നും പഠിക്കാതെയും പഠിപ്പിക്കാതെയും അല്ലാഹു സംരക്ഷിച്ചു കൊണ്ടുവന്നത്. ലഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഖിലൂൻ. ഓ നിഷേധിക്കുന്നവരെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, ചിന്തയില്ലേ? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ 40 വയസ്സോളം ജീവിച്ചവനല്ലേ? ഞാൻ എഴുത്ത് പഠിച്ചിട്ടുണ്ടോ, വായന പഠിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ എങ്ങനെ ഈ ഖുർആൻ കൊണ്ടുവരും? എനിക്ക് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. ആ മഹത്തായ പരിശുദ്ധ ഖുർആൻ, അതിലാദ്യത്തെ ആയത്ത്, ആദ്യമായി ഇറങ്ങിയ ആയത്ത്, അത് എഴുതി കാണിക്കുമ്പോൾ നബി നിങ്ങൾക്കുണ്ടോ വായിക്കാൻ കഴിയുന്നു? മാനബിഖാരി, ഞാൻ വായിക്കുന്ന ആളല്ല എന്ന് പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ച് അണച്ചുകൂട്ടുന്നു, വിടുന്നു, പിന്നെയും വായിക്കാൻ പറയുന്നു, പിന്നെയും അണച്ചുകൂട്ടുന്നു, പിന്നെയും നബി തങ്ങൾ അത് തന്നെ ആവർത്തിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം കഴിയുന്നു. ദീർഘിച്ച സംഭവമാണ്, ഞാൻ ചുരുക്കി പറയാം. ആ സംഭവം കഴിഞ്ഞ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്താണ്? അന്ത്യനാൾ വരെയുള്ള ആളുകൾ എപ്പോഴും അനിവാര്യമായ ഒരു കാര്യം വായിക്കുക, പഠിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. കാണുന്നതൊക്കെ വായിക്കലല്ല, കാണുന്നതൊക്കെ കേൾക്കലല്ല, അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് വായിക്കേണ്ടത് വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മഹത്വത്തെ പറയുന്ന, അല്ലാഹുവിന്റെ പേരിന്റെ മഹത്വം പറയുന്ന ആ മഹത്തായ സൂറത്തിന്റെ ആദ്യ ഭാഗം ഇറങ്ങി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി. വലിയ ഉത്തരവാദിത്വമാണ് അന്ത്യനാൾ വരെയുള്ള ജനങ്ങളെ സന്മാർഗത്തിൽ നയിക്കുക എന്ന ഉത്തരവാദിത്വം. അതിന് പര്യാപ്തമായ വിധത്തിലാണ് 40 കൊല്ലത്തെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശുദ്ധമായ ജീവിതം അല്ലാഹു തആല കൊടുത്തത്. ഒരു തകരാറും ഒരാൾക്കും പറയാൻ കഴിയില്ല. എത്രത്തോളം എന്നറിയോ? അമ്പിയാക്കളെ സംബന്ധിച്ച് മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു എന്നും ആദം നബിക്ക് തെറ്റ് സംഭവിച്ചിരുന്നു എന്നും അങ്ങനെ തുടങ്ങിയിട്ട് പല മോശമായ വിശ്വാസങ്ങളും എഴുതി വെച്ച മൗദൂദി അദ്ദേഹത്തിന്റെ ഇസ്ലാം മതം എന്ന പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നു. അമ്പിയാക്കളുടെ പ്രവാചകന്മാരുടെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ ഒരു ചെറിയ ന്യൂനത പോലും ഒരാൾക്കും കണ്ടെത്താൻ കഴിയില്ല. പിന്നെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് പറയണോ? ഒരു നബിയുടെ ജീവിതത്തിലും ഒരു ചെറിയ ന്യൂനതയും സംഭവിക്കൂല. വഇസ്മത്തുൽ ബാരി ലികുല്ലിൻ ഹുതിമാ. ഈ പ്രസംഗിക്കുന്ന എനിക്ക് അബദ്ധം സംഭവിക്കാം, എന്നിൽ തെറ്റ് വരാം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു കാര്യം കിതാബുകൾ നോക്കിയിട്ട് കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നതിന് അതിന് വിരുദ്ധമായി എന്റെ ജീവിതത്തിൽ വല്ലപ്പോഴും വല്ലവന്റെ ശ്രദ്ധയിലും പെട്ടാൽ അത് തടസ്സമാകേണ്ടതില്ല. ഞാനിപ്പോ വരുന്ന വരവിൽ ഒരു സ്ഥലത്ത് മഗ്‌രിബും ഇശാഉം നിസ്കരിച്ചു. രണ്ടും ഒന്നിച്ചാണ് നിസ്കരിച്ചത്. അത് ജംആക്കിയതാണ്, സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. ഞാൻ നീണ്ട യാത്രയിലാണ്, ഇവിടെ കൃത്യത്തിൽ എത്തണം. അതിന് ശേഷം പിന്നെയും കുറേ സ്ഥലത്ത് പോകണം, എന്നിട്ട് വണ്ടിക്ക് പോകണം. അങ്ങനെ വരുമ്പോ അവിടെ സുന്നത്ത് നിസ്കരിക്കാൻ ടൈമില്ല, അതുകൊണ്ട് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. അത് കാണുമ്പോൾ ഒരാൾ മെല്ലെ വീഡിയോയിൽ പിടിച്ച് അല്ലെങ്കിൽ വാട്സപ്പിൽ വീഡിയോ പിടിച്ച് വാട്സപ്പിലിട്ട് അയാൾ സുന്നത്ത് നിസ്കരിക്കാതെ ഇറങ്ങിപ്പോന്നു എന്ന് വിചാരിച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കണമെന്ന് ഞാൻ പറഞ്ഞ വേദമൊക്കെ വാർത്തയിലാവുമൊന്നുമില്ല. സുന്നത്ത് നിസ്കരിക്കണമെന്നുള്ളത് തന്നെയാണ് വേദം. എന്റെ ജീവിതം അതിൽ അബദ്ധമൊന്നും വരൂലെന്നോ അല്ലെങ്കിൽ എനിക്ക് പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവില്ലെന്നോ അങ്ങനെ ഒരു അവകാശവാദം എനിക്കില്ല. ചിലപ്പോ വല്ല തെറ്റുകളും എന്നിൽ സംഭവിച്ചുകൊണ്ട് ഞാൻ മാസമായ നബിയാ. അതുകൊണ്ട് ചിലർക്കൊക്കെ ഉണ്ട് ദീന് ഫസാദാക്കാൻ ഉദ്ദേശിക്കുന്ന ചിലരെന്ത് ചെയ്യുമെന്നറിയോ? ആലിമീങ്ങളെ പ്രസംഗമോ ക്ലാസ്സോ കേട്ടാൽ അവർ വേഗം മുസ്ലിയാർ അങ്ങനെ പറഞ്ഞു, ഇയാൾക്ക് എന്നെ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതിന് വല്ല കുഴപ്പമുണ്ടോ? അയാൾക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് പുറക്കൽ തൊടിക്കള. എൻ്റെ അടുത്ത് വല്ല അബദ്ധം നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചവനെ ആ സാധുവിന് പുറത്തു കൊടുക്കണേന്ന് പറയാം. നിങ്ങളോടൊക്കെ ആകുമ്പോൾ സയ്യത്ത് പറയരുത്. നിങ്ങൾ ആരെങ്കിലും ദുആ കൊണ്ട് രക്ഷപ്പെട്ടാലോ? ഇരിക്കട്ടെ സഹോദരന്മാരെ. പക്ഷേ അങ്ങനെയല്ല അമ്പിയാക്കൾ. അവരുടെ കുട്ടിക്കാലം മുതലേ ഒരു ചെറിയ ന്യൂനത പോലും അവരുടെ ജീവിതത്തിൽ കാണൂല, സംഭവിക്കൂല. ആ നിലക്ക് ജീവിച്ചു വന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിതങ്ങൾക്ക് ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിലുള്ള ഭയം, അത് വലിയ സംഗതിയാണ്. ഉത്തരവാദിത്വം, അമാനത്ത്, അത് വലിയ പേടിക്കേണ്ട സംഗതിയാ. അമാനത്ത് പണ്ഡിതന്മാർക്കൊക്കെ വലിയ അമാനത്തുണ്ട്. ആ അമാനത്ത് അവർ വീട്ടുന്നവരാകണം. സത്യം സത്യമായി പഠിച്ച് മനസ്സിലാക്കണം. അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അവിടെ ഒരാളെയും ഭയപ്പെടാൻ പാടില്ല, ഒരാളെ മുന്നിലും കൂസാൻ പാടില്ല. ആരെങ്കിലും വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ പതറാനും പാടില്ല. മറിച്ച് കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രമാണ്. ഈ ദുനിയാവ് തരുന്നവനും റബ്ബാണ്, ആഖിറം തരുന്നവനും റബ്ബാണ്. ആ റബ്ബ് എന്റെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്നു എന്ന നിലക്കാണ് ഏതൊരു മനുഷ്യനും ജീവിക്കേണ്ടത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ വലിപ്പം ഉൾക്കൊണ്ടുകൊണ്ട് പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് വന്നപ്പോ സമ്മിലൂനി സമ്മിലൂനി എന്നെ പുതപ്പിട്ട് മൂടണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ നബി തങ്ങളെ സമാധാനിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓ നബിയേ, കല്ലാ ലാ യുഖ്സികല്ലാഹു അബദാ. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നവുമായി വീട്ടിലെത്തിയാൽ
ഭാര്യനോടൊരു പ്രശ്നം പറഞ്ഞാൽ ചിലപ്പോ അവളെ മറുപടി എന്തായിരിക്കും അറിയോ? നിങ്ങൾക്ക് അങ്ങനെ തന്നെയാ കിട്ടുക, നിങ്ങൾ അങ്ങനെ തന്നെ കളിക്കല്, അങ്ങനെ തന്നെ കിട്ടുക എന്നാ പറയാ. അങ്ങനെയല്ലല്ലോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം. ഖല്ലാ ലാ യുസികല്ലാഹു അബദാ, ഓ നബിയെ ഒരിക്കലും അല്ലാഹു അങ്ങയെ കൈയൊഴിക്കൂല. ഇന്നക ലതുസിലുർ റഹിമ, അവിടുന്ന് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതസ്ദുഖുൽ ഹദീസ്, സത്യം മാത്രം പറയുന്ന ആളാണ്. വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. അൽഹംദുലില്ലാഹ്, അഹ്ലു ബൈത്തിൽപ്പെട്ട 313ഓളം സാദാത്തുക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യം തന്നെയാണ്. അതും കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകം മുഴുക്കെ പ്രശസ്തി ആർജിച്ച മർക്കസു സഖാഫത്തി സുന്നിയുടെ നേതൃത്വത്തിൽ അതിന്റെ ഒരു സന്തതിയുടെ വകയിലാകുമ്പോൾ, കാരണമാകുമ്പോൾ അത് വലിയ സംഗതി തന്നെയാണ്. വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. വതഹ്മിലുൽ കല്ല, പ്രയാസമുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് നിർവഹിച്ചു കൊടുക്കുക. വതുഈനു അലാ നബായിബിൽ ഹഖ്, സത്യത്തിനെതിരായി ഏത് രംഗത്ത് നിന്ന് എന്ത് ഭീഷണി വന്നാലും സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് സഹായിക്കുകയും ഭാഗവാക്കാവുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇത്തരം സ്വഭാവങ്ങളുള്ള നബിയെ, ഓ നബിയെ, അങ്ങയെ ഒരിക്കലും അല്ലാഹു കൈയൊഴിക്കൂല. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ സമാധാനിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണത്? 40 കൊല്ലത്തെ ജീവിതം, ആ ജീവിതത്തിൽ എത്രയോ വർഷം കൂടെ നടന്ന സ്വന്തം ഭാര്യയ്ക്ക് ചെറിയ ഒരു ന്യൂനത പോലും ഹബീബിന്റെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞില്ല. അതെടുത്തു പറയുകയാണ് ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീബി മരണപ്പെട്ടപ്പോൾ നബി തങ്ങൾ ഖദീജ ബീവിയുടെ മദ്ഹ് പറയുകയാണ്. അതാണല്ലോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. വലകിൻ കാന യുക്സിറു ദിക്റഹാ, ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഖദീജ ബീവിയുടെ ബഹുമാനം ധാരാളം പറയും നബി തങ്ങൾ, അനുസ്മരണമായി സംസാരിക്കും. പിന്നെയോ വറുബമാ ദബഹസാത വയുഖത്തിയുഹാ അളാൻ ثم يبعث الى صدغيق ഖദീജ, ആട്ടിനെ അറുത്ത് ഖദീജ ബീവിയുടെ സ്മരണക്കായി ആട്ടിനെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യും. നബി തങ്ങൾ ഖദീജ ബീവിയെ സ്നേഹിക്കുന്നവർക്ക് ഇത് തന്നെയല്ലേ നമ്മുടെ നബിദിന പരിപാടികളിൽ നമ്മളും ചെയ്യുന്നത്. നബി തങ്ങളെ സംബന്ധിച്ച് ധാരാളം പറയുന്നു. നബി തങ്ങളെ അനുസ്മരിച്ച് ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നു. ഇത് തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്. ആ നബിദിനം പാടില്ലെന്ന് പറയുന്നവനും ആ നബിദിനത്തിനെതിരെ ശബ്ദിക്കുന്നവനും ഹബീബ് നബി തങ്ങളോട് സ്നേഹമുള്ളവരാണോ? വഫാത്തായി പോയ ഭാര്യയോടുള്ള സ്നേഹപ്രകടനം എങ്ങനെ എന്ന് ഹബീബ് നബി തങ്ങളല്ലേ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുപോലെ ഹബീബ് നബി തങ്ങളോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം, ബദരീങ്ങളോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം, മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം, അങ്ങനെ ഓരോ മഹാന്മാരോടും എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം, മഹദികളോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാപ്പ മഹാനാണ്. ബാപ്പയുടെ പൊരുത്തം നമുക്ക് ആവശ്യമാണ്, ബാപ്പയുടെ സന്തോഷം ആവശ്യമാണ്. ആ ബാപ്പ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനാണ്. മറ്റൊരാളെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന് ബഹുമാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കളെ സംബന്ധിച്ചിടത്തോളം ബാപ്പ വലിയ മഹാനാണ്, ഉമ്മ വലിയ മഹദിയാണ്. അവരെ പൊരുത്തം ലഭിക്കൽ ആവശ്യമാണ്. ആ ബാപ്പ ഉമ്മ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുകയും അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, ആണ്ടനുസ്മരണം നടത്തുന്ന, മറ്റ് അനുസ്മരണങ്ങൾ നടത്തുന്ന മക്കളും അത് ബാപ്പ ഉമ്മയെ ബഹുമാനിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. അത് പാടില്ലെന്ന് പറയുന്ന പുത്തൻവാദികളാണല്ലോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിന പരിപാടികളെ വിമർശിക്കുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ
കക്ഷികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയ്യാക്കും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ലാ യുദല്ലൂനക്കും വലാ യഫ്തിനൂനക്കും, അവർ നിങ്ങളെ പിഴപ്പിക്കരുത്, നിങ്ങളെ ഈമാൻ നശിപ്പിക്കരുത്, അവരെ ശ്രദ്ധിക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതിന് മുമ്പ് അവിടുന്ന് പറഞ്ഞല്ലോ, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ ഹദീസി അലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളെ പിതാമഹന്മാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്ന, കളവ് ധാരാളം പറയുന്ന, കബളിപ്പിക്കുന്ന ഒരു വിഭാഗം വരും. അവരെ കുറിച്ചാ പറഞ്ഞത്, അവര് നിങ്ങളെ പിഴപ്പിക്കല്ലേ. ഞാൻ ഇന്നാണെന്ന് തോന്നുന്നു, നിന്നെ എന്നോട് എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് ഒരു പുത്തൻവാദി മൗലവി ഒരു കിളിപ്പറക്കിയിട്ടുണ്ട്, എന്നിട്ടോ അതിനാള് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് പേരോട് സഖാഫി നബിദിനത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. എങ്ങനെയുണ്ട്? പേരോട് സഖാഫി നബിദിനത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. നാവെടുത്തോ കള്ളം മാത്രം പറയുന്ന ടീം, എഴുതുമ്പോ കള്ളം മാത്രം പറയുന്ന ടീം, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും അങ്ങനെ. അത് മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും അതുപോലെ തബ്ലീഗായിരുന്നാലും അതുപോലെ തുടങ്ങിയിട്ട് ഏത് കക്ഷിയാണെങ്കിലും ഏറ്റവും വലിയ ബിദ്അത്തുകാരാണ്, പുത്തൻവാദികളാണ് വ്യാജ തരീഖത്തുകാര്. അവരെക്കാളും വലിയൊരു പുത്തൻവാദി വേറില്ല. അധികവും അത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദങ്ങൾ. ഔലിയാക്കൾക്ക് നിസ്കരിക്കണമെന്നില്ല, നോമ്പെടുക്കണമെന്നില്ല, ഔലിയാക്കളെ ശരീഅത്ത് വേറൊന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിന്റെ ദീന് നശിപ്പിക്കുന്ന ഇസ്ലാമിന്റെ കഠിന വിരോധികൾ. അങ്ങനെയുള്ള എല്ലാ കക്ഷികളുടെയും സ്വഭാവമാണ് കളവ് പ്രചരിപ്പിക്കുക എന്നത്. അതിന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇന്ന് എന്നോട് ഒരു മുജാഹിദ് മൗലവി നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു, എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ആളുകൾ കേട്ടും കൂടി നോക്കൂല, ഹെഡിങ്ങേ നോക്കുള്ളൂ, അങ്ങനെയാ മനുഷ്യന്മാരെ ഹാല്. ഓ സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, ഒരു മുസ്ലിമും ഹബീബ് നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് സംസാരിക്കൂല. അത് നബി തങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കരഞ്ഞ ഇബ്ലീസിന്റെ അനുയായികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കുപ്രചരണങ്ങളിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പണ്ഡിതന്മാർക്ക് അമാനത്തുണ്ട്. അതേ, ലാ തഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ, നിങ്ങൾ പണ്ഡിതന്മാരായിരിക്കെ, നിങ്ങൾ വിവരമുള്ളവരായിരിക്കെ നിങ്ങളെ ഉത്തരവാദിത്വം നിർവഹിക്കണം, അമാനത്ത് വീട്ടണം. അത് ഖുർആൻ പഠിപ്പിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നബിദിനത്തിന്റെ പേരിൽ ആണും പെണ്ണും ഇടകലർന്ന് റാലി നടത്തിയാൽ, അതുപോലെ മറ്റുള്ളവരെ ശല്യം ചെയ്താൽ, അതുപോലെ പാടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ അതിനെതിരെ പണ്ഡിതന്മാര് സംസാരിക്കണം. എന്നിട്ട് ജനങ്ങളെ കൃത്യമായ വഴിയിലൂടെ നടത്തണം. ഇതുപോലെ ഏത് വിഷയത്തിലും അബദ്ധങ്ങൾ വരുമ്പോ ആ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. അതവര് നിർവഹിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമ്മളൊരു മുസ്ലിം ആവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു ദിവസം ചോദിച്ചു, എന്നിൽ നിന്ന് ഞാൻ ഈ പറയുന്ന വചനങ്ങൾ ആര് മനസ്സിലാക്കും, എന്നിട്ട് അതാരതുകൊണ്ട് പ്രവർത്തിക്കും, അത് പ്രവർത്തിക്കുന്നവർക്ക് ആര് പഠിപ്പിച്ചു കൊടുക്കും? ഞാൻ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാൻ പഠിക്കും, പഠിപ്പിക്കും, ഞാൻ പ്രവർത്തിക്കുമെന്ന നിലക്ക് അനയാ റസൂലല്ലാഹ്. ഫഅഖദ ബിയദി, എന്റെ കൈയിങ്ങ് പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് 5 കാര്യം എണ്ണി പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് എന്താണ്? ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്, നിങ്ങൾ ഹറാം സൂക്ഷിച്ച് ജീവിക്കണം, ഹറാമുകൾ സൂക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫസാദ് പറയരുത്, ജനങ്ങളെ പരസ്പരം തെറ്റിക്കാനുള്ള സംസാരം നടത്തരുത്, അനുയായികളെയും നേതാക്കളെയും തെറ്റിക്കാനുള്ള സംസാരം നടത്തുന്ന നമീമത്തുകാർ, ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കുന്ന നമീമത്തുകാർ,
അയൽവാസികളെ തമ്മിൽ തെറ്റിക്കുന്ന നമീമത്തുകാർ. ആ നമീമത്ത് പറയുന്നവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ് പുത്തൻവാദികൾ. അവർക്ക് ആവശ്യം എന്താണ്? ജനങ്ങൾ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ അവർ പറയാത്തത് പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് അനുയായികളെ അകറ്റിക്കളയാനുള്ള ശ്രമം അവർക്ക്. ലായദ്ഖുൽ ജന്നത നമ്മാമുൻ, അങ്ങനെ ഏഷണി പറയുന്നവർ സ്വർഗത്ത് കടക്കൂല. ഏറ്റവും നരകത്തിന് അർഹതപ്പെട്ടവരാണ് നമീമത്ത് പറയുന്നവർ. അതുപോലെ സുഹൃത്തുക്കളെ, ഹറാമായ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. നിസ്കരിക്കാതിരിക്കുന്നത് ഹറാമാണ്, നിസ്കരിക്കൽ നിർബന്ധമാണ്, നോമ്പെടുക്കൽ നിർബന്ധമാണ്, റമദാനിൽ അത് കൈയൊഴിക്കൽ ഹറാമാണ്. ആകയാൽ ഫർദ് മുഴുവനും എടുത്തോളണം, ഹറാം മുഴുവനും കൈയൊഴിച്ചോളണം. എന്നാൽ തകുന്നഅബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ഇബാദത്തുകാരനാകും. ചിലരുണ്ട് ഹദ്ദാദോദാൻ മുന്നിലുണ്ടാവും, പിന്നെയോ അത് കഴിഞ്ഞിട്ട് പീഡിയത്തിനെ പോയി കുത്തിട്ട് ഗീബത്ത് പറയും. സുബ്ഹാനല്ലാഹ്, സലാത്ത് എല്ലാം മുന്നിലുണ്ടാവും, സലാത്ത് കഴിഞ്ഞു പോയി ഇരുന്നിട്ട് പിന്നെ കളവ് പറയും. അങ്ങനെ ജീവിക്കാൻ പാടില്ല. വെറും കുറച്ച് ദിക്റും ചൊല്ലി അങ്ങ് രക്ഷപ്പെട്ട് കളിയാന്ന് വിചാരിക്കരുത്, കുറച്ച് സലാത്ത് ചൊല്ലി രക്ഷപ്പെട്ട് കളിയാന്ന് വിചാരിക്കരുത്. അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവന്റെ ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുമ്പോ അവൻ തന്ന കിഡ്നിയും അവൻ തന്ന ഹാർട്ടും അവൻ തന്ന ബ്രെയിനും അവൻ തന്ന കരളും അവൻ തന്നതല്ലാതെ ഈ പാവപ്പെട്ടവൻ എന്തുണ്ട്? നിങ്ങൾക്കെന്തുണ്ട്? രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബില്ലേ? ആ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണം, ആ റബ്ബിന്റെ സംതൃപ്തി കരഗതമാക്കണം. അതുകൊണ്ട് തന്നെ ഹറാമുകൾ കൈയൊഴിച്ച് സൂക്ഷിച്ച് ജീവിക്കണം. നിനക്കൊരു നല്ല ഐശ്വര്യമുള്ളവനാകാം, അതിനെന്ത് വേണം? പടച്ചവൻ സംശയിച്ചു തന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. അള്ളാഹു ഒന്ന് തന്നാൽ അതുകൊണ്ട് തൃപ്തിപ്പെടണം. നീ അമിതമായ മോഹിയാകരുത്. അമിതമായ മോഹത്തോടുകൂടെ അയാൾക്ക് അങ്ങനെ ഒരു വലിയ മാളികയുണ്ടല്ലോ, ഇയാൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഇയാൾക്ക് ഇങ്ങനെയുണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഹബീബ് നബി തങ്ങൾ വസിയ്യത്ത് ചെയ്തില്ലേ? അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ മൻ ഹുവ ഫൗഖീ. ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. എല്ലാവരും ഇരുന്നോളൂ. ഓ സഹോദരന്മാരെ, താഴെയുള്ളവരിലേക്ക് നോക്കണം, മേലെയുള്ളവരിലേക്ക് നോക്കരുത്. അങ്ങനെയാണ് നമ്മൾ വലിയ വലിയ പണക്കാരെ നോക്കിയിട്ട് ആശിച്ച് കുത്തിരിക്കുകയല്ല വേണ്ടത്. നമ്മളെക്കാൾ എത്രയോ പ്രയാസമുള്ളവർ വേറെ ഇല്ലേ? അവരിലേക്കാണ് നമ്മുടെ നോട്ടമുണ്ടാകേണ്ടത്. നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാം, പ്രവർത്തിക്കാം. നബിതങ്ങൾ പറഞ്ഞില്ലേ, മൻ തലബദ് ദുനിയ ഹലാലൻ, ഒരാൾ ദുനിയാവ് തേടി ഹലാലൻ, ഹലാലായത് തേടി, ഹലാലായ നിലക്ക് തേടി, ഹറാമലൊന്നുമില്ല. വേറെ ഒരാട് കടം വാങ്ങിയിട്ട് കൊടുക്കാത്ത കമ്പനിയല്ല, എന്തെല്ലാമോ പറഞ്ഞ് കാശ് വാങ്ങിയിട്ട് പിന്നെ ഫോൺ എടുക്കാത്ത വിഭാഗമല്ല. ഇസ്തിഫാഫന്നരിൽ മസ്അലതി, വേറെ ഒരാളോട് യാചിച്ചു കൊണ്ടല്ലോ ജീവിക്കേണ്ടത്, അധ്വാനിച്ചല്ലേ ജീവിക്കേണ്ടത്. അതിനു വേണ്ടി ഹലാലായ ദുന്യാവ് തേടിയിട്ട് വിദേശത്ത് പോകുന്നവരില്ലേ, നാട്ടിൽ ബിസിനസ് നടത്തുന്നവരില്ലേ, ജോലിയെടുക്കുന്നവരില്ലേ? നബിതങ്ങൾ പറയാണ്, അങ്ങനെ യാചിക്കാതെ അഭിമാനം കാത്ത് സൂക്ഷിച്ച് ജീവിക്കാൻ ദുന്യാവ് തേടുന്നവർ അവന്റെ ഫാമിലിക്ക് ചെലവ് കൊടുക്കണ്ടേ, മക്കളെ പോറ്റണ്ടേ, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ, അങ്ങനെ അവന്റെ കുടുംബത്തിന് വേണ്ടിയും വെറും കുടുംബം നോക്കിയാ മതിയോ? അയൽവാസികളെ ശ്രദ്ധിക്കണ്ടേ, അയൽവക്കത്തുള്ള പെൺകുട്ടിയെ കെട്ടിച്ച് പറഞ്ഞേക്കണ്ടേ, അയൽവാസി പട്ടിണി കിടക്കാതെ ജീവിക്കണ്ടേ, അതിന് നമ്മുടെ സേവനമുണ്ടാകണ്ടേ. അങ്ങനെ അയൽവാസിക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും അതാ നല്ല മനസ്സോടെ
ആവശ്യമുള്ളതിനൊക്കെ ചെലവഴിക്കാൻ വല്ലവനും ദുനിയാവ് തേടിയാൽ ലഖിയല്ലാഹു തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ അവന് കണ്ടുമുട്ടാൻ കഴിയും. വവജ്ഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദീരി, 14 രാവിന്റെ ചന്ദ്രനെ പോലെ ആ മനുഷ്യന്റെ മുഖം പ്രകാശിക്കുകയാണ്. ഹലാലിലൂടെ ജീവിതം നയിക്കണം, ഹറാമിലേക്ക് മനസ്സ് തിരിയരുത്. എന്നിട്ട് അതിന് ശേഷം അവിടുന്ന് പറയുന്നു വമൻ തുലബ ദുനിയാ ഹലാലൻ, ഇനി ഒരാൾ ഹലാല് തന്നെ തേടുകയാണ്. പക്ഷേ ഉദ്ദേശം എന്താണ്? യാചനയിൽ നിന്ന് രക്ഷപ്പെടലല്ല, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കലല്ല, കുടുംബം പോറ്റലല്ല, പിന്നെയോ മുക്കാഹിറൻ, ധാരാളം പണമുണ്ടാകണമെന്ന നിലയ്ക്ക് മുഫാഹിറൻ, എന്നിട്ട് ആളുകളെ മുമ്പിൽ സ്റ്റാറ്റസ് തടിക്കണം. എന്റെ വീട് പോലത്തെ വീടാർക്കുണ്ട്, എന്റെ കാറ് പോലത്തെ കാറാർക്കുണ്ട് എന്നിങ്ങനെ പവർ നടിക്കാനാണ്. മുറായിയൻ, ജനങ്ങളെ കാണിച്ചിട്ട് അവനിങ്ങനെ വലിയവനാകാനാണ്. ലഖിയല്ലാഹു തആല, അവൻ അല്ലാഹുവിനെ കണ്ടെത്തിക്കും. വഹുവ അലൈഹി ഖദ്ബാൻ, പടച്ചവൻ അവനോട് കോപിച്ചവനാണ്. അപ്പൊ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഹറാമ് ഹലാലിനിടയിൽ വേർതിരിക്കണം. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹറാമ് സൂക്ഷിച്ചാൽ നിനക്ക് നല്ല ഇബാദത്തുകാരനാകാം എന്ന് പറഞ്ഞ ശേഷം വർള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു നിനക്ക് അംശയിച്ചു തന്നത് എന്താണോ അതുകൊണ്ട് തൃപ്തിപ്പെടണം. തകുൻ അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ളവനാകും. വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, അയൽവാസിക്ക് ഗുണം ചെയ്യണം. അയൽവാസിയോട് അസൂയ പാടില്ല, അയൽവാസിയെ ശല്യം ചെയ്യാൻ പാടില്ല, അവനെ വെറുക്കാൻ പാടില്ല, അവരോട് നല്ല സ്വഭാവമാകണം. അയൽവാസിക്ക് നന്മ ചെയ്യണം, എന്നാൽ നിനക്കൊരു മുഅ്മിനാകാം. നീ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. തകുൻ മുസ്ലിമ, അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം. ശരിയായ മുസ്ലിം അവനവനെ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. അങ്ങനെ വരുമ്പോൾ പണ്ഡിതന്മാർ അവർക്കിഷ്ടപ്പെടുന്ന അവരിഷ്ടപ്പെട്ട ആശയം അത് തുറന്ന് പറയണം. തെറ്റാണെന്ന് പറയണം. അതുപോലെ തന്നെ തെറ്റിലേക്ക് ജനങ്ങൾ അകന്നു തെറ്റിപ്പോകുമ്പോ അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കണം. നബി തങ്ങൾ പിന്നെയും പറയുന്നു വലാ തുക്സിരിൽ, നീ ചിരി വർദ്ധിപ്പിക്കരുത്. ചിരിക്കുക എന്നത് സൽക്കർമ്മമല്ല, പുഞ്ചിരിക്കുന്നത് സൽക്കർമ്മമാണ്. ഒരാളെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സൽക്കർമ്മമാണ്. പക്ഷേ അന്യപെണ്ണ് അന്യപുരുഷന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കരുത്. അതുപോലെ തന്നെ അന്യ സ്ത്രീകളിലേക്ക് നോക്കി നീ പുഞ്ചിരിക്കരുത്. അത് നല്ല പണിയല്ല. അതേ സമയത്ത് ഒരു പുരുഷൻ വേറെ ഒരാൾ പുരുഷനെ കണ്ടാൽ പുഞ്ചിരിക്കണം. സ്ത്രീകൾ ഭർത്താവിനെ കണ്ടാൽ, ഭർത്താവ് ഭാര്യയെ കണ്ടാൽ, ആങ്ങളെ പെങ്ങളെ കണ്ടാൽ പുഞ്ചിരിക്കണം. നല്ലതാണ് പുഞ്ചിരി, അത് പുണ്യകർമ്മമാണ്. അതേ സമയത്തുള്ള പൊട്ടിച്ചിരിയുണ്ടല്ലോ, അമിതമായ ആഹ്ലാദത്തിന്റെ ചിരിയുണ്ടല്ലോ, ആ ചിരിയെ സംബന്ധിച്ച് നബി തങ്ങൾ പറയുന്നു നിന്റെ മനസ്സിനെ അത് നിർജീവമാക്കി കളയും. മനസ്സിൽ ഈമാനും തഖ്വയും കൊണ്ട് സജീവമാകേണ്ട മനസ്സ്, ദിക്ർ കൊണ്ട് സജീവമാകേണ്ട മനസ്സ്, നീ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുന്നവനായാൽ നിന്റെ മനസ്സിനെ നിർജീവമാക്കി കളയും. സഹോദരന്മാരെ, അപ്പൊ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ആശയങ്ങൾ, അതുപോലെ ആയിരക്കണക്കിന് ആശയങ്ങൾ ഹബീബ് നബി തങ്ങൾ പഠിപ്പിച്ചതുണ്ട്. ആ ഹബീബ് നബി തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാനുള്ള നല്ല സന്ദർഭമാണ് റബീഉൽ അവ്വൽ. നബി തങ്ങളെ സ്വഭാവം പഠിപ്പിക്കാനുള്ള നല്ല സന്ദർഭമാണ് റബീഉൽ അവ്വൽ. നബി തങ്ങളെ മഹത്വം പറയാനുള്ള നല്ല സന്ദർഭമാണ് റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വലിൽ തെറ്റ് ചെയ്യുന്നത് സാധാരണ ഒരു മാസത്തിൽ തെറ്റ് ചെയ്യും പോലെ അല്ല.
അതല്ലേ ഇമാം ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബുൽ മദ്ഖലിൽ അത് വിശദമായി പറഞ്ഞു. അതേ ഈജിപ്ത് പോലുള്ള ചില സ്ഥലങ്ങളിൽ നബിദിനത്തിന്റെ പേരിൽ ചില കൂത്താട്ടങ്ങൾ നടന്നപ്പോ, അതേ ഈജിപ്ത് പോലുള്ള ചില പ്രദേശങ്ങളിൽ അതാ നബിദിനത്തിന്റെ പേരിൽ ആണും പെണ്ണും ഇടകലരുകയും അതുപോലെ പാടില്ലാത്ത ചില പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തപ്പോ അതിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചു ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു മദ്ഖലിൽ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇത് റബീഉൽ അവ്വൽ നബിതങ്ങൾ ജനിച്ച മാസം, വലിയ പുണ്യമുള്ള മാസം. ഈ പുണ്യമാസത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്താൽ അത് വളരെ അപകടമല്ലേ? ഇമാമിങ്ങൾ അവരെ കിതാബിൽ പറഞ്ഞത് എടുത്തുദ്ധരിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് പണ്ഡിതന്മാരെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോ ആ മുസ്ലിയാർ നബിദിനത്തിനെതിരാണെന്ന് പച്ചക്കള്ളം പറയുന്ന ബിദ്അത്തുകാർ, അതുപോലെ വ്യാജ തരീഖത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് അതാ കടുത്ത വലാലത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അത് ശരിയല്ലെന്ന് പറയുന്ന പണ്ഡിതന്മാർ ഔലിയാക്കളെ വിരോധികളാണ്, തരീഖത്തിന്റെ വിരോധികളാണ് എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറയുന്ന വ്യാജ തരീഖത്തുകാർ അവർ ഇസ്ലാമിന്റെ കഠിന വിരോധികളാണ്. അതിലൊന്നും ആരും അവരുടെ ശുദ്ധമായ കളവുകളിൽ പെട്ടുപോകരുതെന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവരോടും പറയാനുള്ളത് ഹബീബ് നബി നിങ്ങളെ ഉപദേശമാണ്. അദ്ദുന്യാ ദാറുമല്ലാ ദാറലാ, ഈ ദുന്യാവ് വീടില്ലാത്തവന്റെ വീടാണ്. അഥവാ ദുന്യാവിലെ ആഡംബരങ്ങളും ദുന്യാവിലെ അംഗീകാരങ്ങളും ദുന്യാവിലെ സ്ഥാനങ്ങളും അതെല്ലാം നിയ്യത്ത് നല്ലതല്ലെങ്കിൽ ആഖിറം നഷ്ടപ്പെടുന്നവന്റെ വീടാണ്. വമാലുമല്ല മാലലഹു, യഥാർത്ഥ ധനമില്ലാത്തവന്റെ ധനമാണ്. വലഹാ യജ്മഉ മല്ലാ അഖല ലഹു, ബുദ്ധിയില്ലാത്തവരാണ് ദുന്യാവിന് വേണ്ടി നെട്ടോട്ടമോടുന്നത്, ഹറാമും ഹലാലും നോക്കാതെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വേണം ഏത് കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വേണം. ഇന്ന അഖ്വഫമാ അതഖവ്വഫു അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ വിഷയത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് അൽ ഹവാ, തടീച്ചയാണ്, ശാരീരിക ചാപല്യമാണ്. അല്ലാഹുവിന്റെ ദീൻ അനുവദിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ പത്രത്തിൽ പേര് വരാൻ, വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ, ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ചില സ്ത്രീകളില്ലേ, യുവാക്കളില്ലേ, കാരണവന്മാരില്ലേ, അവരാഖിറം ചിന്തിക്കുന്നില്ല. വതൂലുൽ അമൽ, അതുപോലെ ഒരുപാട് കാര്യം ദുനിയാവിൽ നേടണമെന്ന ചിന്ത. നബി തങ്ങൾ പറയുന്നു ഫഅമ്മൽ ഹവാ, തടീച്ചക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ഫയസുദ്ദനിൽ ഹഖ്, സത്യത്തിൽ നിന്ന് മനുഷ്യനെ അത് തടയും. വഅമ്മാ തൂലുൽ അമലി, അമിതമായ ആഗ്രഹങ്ങളുണ്ടല്ലോ, ഫയുൻസിൽ ആഖിറ, അത് പാരത്രിക ലോകത്തെ മറപ്പിച്ചു കളയും. വഹാദിഹി ദുനിയാ മുർതഹിലത്തുൻ സാഹിബാ, ഈ ദുനിയാവ് പോകുന്നതാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. വഹാദൽ ഖദിഹിൽ ആഖിറത്തു മുർതഹിലത്തുൻ ഖാദിമാ, ആഖിറമാകുന്ന വീട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിന് കുറെ മക്കളുണ്ട്, ആഖിറത്തിനും കുറെ മക്കളുണ്ട്. ഫൈനിസ്തതഅതും അല്ലാ തകൂനു മിൻ ബനി ദുനിയാ ഫഫഅലൂ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തോ. ഫൈന്നകുമുൽ യൗമ ഫീ ദാരിൽ അമലി വലാ ഹിസാബ്, ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കേണ്ടുന്ന ലോകത്താണ്, ഇവിടെ കണക്ക് ചോദ്യമൊന്നുമില്ല. വഅൻ
അൻതും ഗദൻ ഫീ ദാരിൽ ആഖിറ, നാളെ നിങ്ങൾ ആഖിറമാകുന്ന വീട്ടിലാണ്. വലാ അമൽ, അവിടെ അമലൊന്നും ചെയ്യാൻ കഴിയൂല കേട്ടോ. ഇവിടെ വെച്ച് തന്നെ അമലുകൾ വർദ്ധിപ്പിക്കണം. അത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം. ഒരിക്കലും തന്നെ നമ്മളെ അല്ലാഹു തആല കണക്ക് ചോദിക്കാതെ വിടൂല. എല്ലാവരെയും റബ്ബിന്റെ അടുക്കൽ കണക്ക് ചോദിക്കും. ലാ തസൂലു ഖദമ ബിനി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യന്റെ കാലും പടച്ചവന്റെ കോടതിയിൽ നീങ്ങൂല. അൻ ഉംരിഹി ഫീമ അഫ്നാ, ആയുസ് ഏത് വിഷയത്തിലാണ് നശിപ്പിച്ചത്. അൻ ശബാബിഹി ഫീമ അബ്ലാ, യുവത്വം എങ്ങനെയാണ് തീർത്ത് കളഞ്ഞത്. വഅമ്മാലിഹി ബിന്നൈന തസബഹു വഫീമ അൻഫഖാ, സമ്പത്ത് എങ്ങനെയാണ് സമ്പാദിച്ചത്, എവിടെയാണ് ചെലവഴിച്ചത്, വരവെവിടെ, ചെലവിന്റെ കണക്കെവിടെ, പടച്ചവന്റെ കോടതിയിൽ ഹാജരാക്കണം. പഠിച്ചതനുസരിച്ച് എന്താണ് പ്രവർത്തിച്ചത്, റബ്ബ് ചോദിക്കാതെ വിടൂല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അത് ഖുതുബയിൽ, പ്രസംഗത്തിൽ പറഞ്ഞതാണ്. അലാ ഇന്ന ദുനിയാ അർദുൻ ഹാദിറുൻ, ഈ ദുനിയാവ് ഹാജറുള്ള ഒരു ചരക്കാണ്. യകുലു മിനുൽ ബർറു വൽ ഫാജിറു, ദുനിയാവിൽ നല്ലവരും കഴിക്കും, കുറ്റവാളിയും ഭക്ഷണം കഴിക്കും. 2 പേർക്കും ദുനിയാവ് കിട്ടും. അലാ, അറിയണം, വഇന്നൽ ആഖിറത അജൽ സാദിഖ്, എന്നാൽ ആഖിറം അങ്ങനെയല്ല, അത് മുന്നിൽ വരുന്ന സംഗതിയാണ്. സാദിഖുന്നത് സത്യമാണ്. വയഖ്ദീ ഫീഹാ മലികുൻ ഖാദിർ, അവിടെ തീരുമാനം പറയുന്നത് സ്വാധീനിക്കാൻ കഴിയുന്ന ജഡ്ജിയല്ല, വക്കീലിനെ വെച്ച് വാദിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന കോടതിയല്ല. അവിടെ എല്ലാറ്റിനും കഴിവുള്ള, എല്ലാ അധികാരവുമുള്ള, എല്ലാം നിയന്ത്രിക്കുന്ന മലിക്കുൻ ഖാദിറായ റബ്ബാണ് ആഖിറത്തിൽ തീരുമാനം പറയുന്നവൻ. അലാ, അറിഞ്ഞോളണേ, വഇന്നൽ ഖൈറ കുല്ലഹു ബിഹദാഫീരിഹി ഫിൽ ജന്ന, ഖൈർ മുഴുവനും സ്വർഗത്തിലാണ്. അതൊരു 100 വർഷമല്ല, 100 കോടി വർഷമല്ല, കോടി 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 കോടി, എന്റെ ജീവിതം തീരുന്നത് വരെ ഞാൻ കോടി ആവർത്തിച്ച് പറഞ്ഞാലും തീരാത്ത ഒരു ലോകമല്ലേ മുത്തഖീകൾക്ക് ലഭിക്കുന്ന സ്വർഗം. അവിടേക്ക് അപകടം പറ്റുന്ന ഒന്നും സംഭവിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുന്നവനല്ലേ സമ്പാദിച്ചവൻ. വഇന്നൽ ഖൈറ കുല്ലഹു ബിഹദാഫീരിഹി ഫിൽ ജന്ന, അലാ, അറിയണം, വഇന്ന ശർറ കുല്ലഹു ബിഹദാഫീരിഹി ഫിന്നാർ, നാശം മുഴുവനും നരകത്തിലാണ്, സർവശർറും നരകത്തിലാണ്. അലാ, അറിയണേ, ഫഅലബൂ വഅൻതും മിനല്ലാഹി അലാ ഹദർ, നിങ്ങൾ അല്ലാഹുവിനെ ശരിക്ക് സൂക്ഷിച്ച് ജീവിക്കണേ. ഏത് വാക്ക് പറയുമ്പോഴും, ഏത് വിഷയത്തിൽ പങ്കുചേരുമ്പോഴും, ഏത് വിഷയത്തിൽ പങ്കുചേരാതിരിക്കുമ്പോഴും എവിടെയും അല്ലാഹുവിനെ സൂക്ഷിക്കണേ.
വഅലമൂ നിങ്ങൾ അറിയണേ അന്നകും മഅറൂദൂന അലാ അമാലികും നിങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി കാണിക്കപ്പെടും. നിങ്ങളതാ റോട്ടിന്റെ മേലെ റഡാർ വെച്ചപ്പോ നിങ്ങൾ ഓട്ടിയ ഡ്രൈവർ ആരാണ്, അല്ലെങ്കിൽ ഓടിച്ച സമയമേതാണ്, കടന്നു പോയത് എത്ര സ്പീഡിലാണ്, അതൊക്കെയുള്ള റഡാർ വെച്ചപ്പോ ആ റഡാറിനെ ഭയപ്പെട്ട് നിങ്ങൾ ബെൽറ്റ് കൃത്യമായി ധരിക്കുന്നില്ലേ, നിങ്ങൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നില്ലേ, എങ്കിലെല്ലാം നിങ്ങളെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നൊരു സമയം വരുന്നുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വല്ലവനും വല്ല ഗുണവും ഒരു അണുമണി തൂക്കം ചെയ്താൽ ഖൈറൻ യറാ അതിന്റെ പ്രതിഫലം അവനെത്തിക്കും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ ഒരണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും റബ്ബിന്റെ അടുക്കൽ എത്തിക്കും കേട്ടോ. മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഇമാം ഖതീബ് തിബ്രീസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മിസ്കാത്തിൽ എടുത്ത് ഉദ്ധരിച്ചത് കാണാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ പടച്ചവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാഹു നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക്, അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു എന്ന നിലക്ക് ചെയ്യുന്നതെല്ലാം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. അല്ലാഹു നമുക്ക് നന്മകളൊന്നും വെറുതെയാക്കൂല. തിന്മകളൊക്കെ നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ കുടുങ്ങുന്ന കാര്യങ്ങളാണ്. ആ ബോധത്തോടെ ജീവിതം നയിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ നമുക്ക് പഠിപ്പിച്ച ഉപദേശങ്ങൾ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞ ഉപദേശങ്ങൾ അത് ഖുർആനിൽ കുറെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഹദീസിലും നമുക്ക് കാണാം, അയിമ്മത്ത് രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ടാണ് അതിൽ ഒരു ഹദീസിൽ നമുക്ക് കാണാം, വഇന്നക ഖദിസ്തദ്ബർത ദുനിയാ മോനെ നീ ദുനിയാവിനെ പിന്നിലാക്കി മുന്നോട്ട് പോവുകയാണ്. നീ ഉണ്ടായത് മുതലേ നീ ദുനിയാവിനെ പിന്നിലാക്കി പോവുകയാണ്. വസ്തഖ്ബൽതൽ ആഖിറ ആഖിറത്തിനെ നീ സ്വീകരിക്കാൻ പോവുകയാണ്. വഇന്ന ദാറൻ തസീറു ഇലൈഹാ അഖ്റബു ഇലൈക മിൻ ദാരിൻ തഖ്റുജു മിൻഹാ നീ പുറപ്പെട്ടു പോകുന്ന ദുനിയാവിനേക്കാൾ നീയുമായി അടുത്തു നിൽക്കുന്നത് നീ പോകുന്ന ആഖിറമാകുന്ന വീടാണ്. ഈ ആഖിറത്തെ സംബന്ധിച്ചുള്ള ബോധത്തോടെ എനിക്കും നിങ്ങൾക്കും ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വാക്കുകൾ പ്രവർത്തികളെല്ലാം റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച്, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രം നമ്മുടെ ജീവിതം നയിക്കണമെന്നും ഏതെങ്കിലും അഭിനയങ്ങളോ കാട്ടിക്കൂട്ടലുകളോ ഏതെങ്കിലും ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനമോ ഒന്നും തന്നെ ആഖിറത്തിൽ ഉപകരിക്കൂല. ഇഖ്ലാസുള്ള അമലാണോ അത് റബ്ബ് ഖബൂൽ ചെയ്ത് കിട്ടിയാൽ രക്ഷപ്പെട്ട് കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, കഅബ ശരീഫിന്റെ നിർമ്മാണം നടക്കുമ്പോഴും ഖബൂലിന് വേണ്ടി ദുആ ചെയ്തില്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ഓ സുഹൃത്തുക്കളെ, ഹബീബ് നബി തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത് ശരീരമാസകലം വെട്ടും കുത്തും കൊണ്ട് വീണ ഒരാൾ അദ്ദേഹത്തിന്റെ മദ്ഹ് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞില്ലേ അവൻ നരകത്തിലാണ്. സഹാബത്ത് മെല്ലെ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് മരിക്കുകയാണ്. അവസാന നിമിഷം അദ്ദേഹത്തെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞില്ലേ
എന്തേ പറഞ്ഞത്? ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിരി. ഈ പാവപ്പെട്ട ഞാനിവിടെ കയറി വന്നപ്പോ നേർച്ച ചെയ്തു സിറാജുൽ ഹുദയിലേക്ക് ഫലമുണ്ടെന്ന് പറഞ്ഞ് സംഭാവന തന്നവരുണ്ട്, ഞാൻ പോയ വീട്ടിൽ വെച്ച് തന്നവരുണ്ട്, വഴിക്ക് വെച്ച് തന്നവരുണ്ട്. അല്ലാഹുവേ, ആരെന്ത് ലക്ഷ്യം വെച്ച് നിന്റെ ദീനിനെ സഹായിക്കുന്നുണ്ടോ അവർക്കെല്ലാം അതിന് നീ പ്രതിഫലം നൽകണം അല്ലാ, ഫലം നൽകണം അല്ലാ. പക്ഷേ അങ്ങനെ സിറാജുൽ ഹുദക്ക് നേർച്ച ചെയ്ത് കുറെ ഫലം കാണുന്നതിനാൽ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ നിറഞ്ഞു കിടന്ന ഒരു സ്ഥലത്ത് അൽഹംദുലില്ലാഹ് എല്ലാ സ്ഥലത്തും പള്ളിയും മദ്രസയും ഉണ്ടാക്കി അവിടെ ഖിദ്മത്ത് ചെയ്യുന്നതിനാൽ നേരത്തെ മുഹിമ്മാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു 60 ലക്ഷത്തിന് മേലെ ചെലവ് വരുമെന്ന്. 80 ലക്ഷത്തോളം ചെലവ് സിറാജുൽ ഹുദക്ക് ഓരോ മാസത്തിൽ വന്നു ചേരുന്നുണ്ട്. വിദേശത്തും നാട്ടിലുമൊക്കെയുള്ള ജനങ്ങൾ അവരധ്വാനിക്കുന്നതിൽ നിന്ന് മുഹിമ്മാത്തിന് നൽകുന്നു, മർക്കസിന് നൽകുന്നു, സഅദിയക്ക് നൽകുന്നു, അതുപോലെ മഅദിനിന് നൽകുന്നു, നമ്മുടെ മഖറിന് നൽകുന്നു, സിറാജുൽ ഹുദക്ക് നൽകുന്നു. റബ്ബേ, നിന്റെ ദീനിനെ ആര് ശക്തിപ്പെടുത്തുന്നുണ്ടോ അവരെ നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ. ആര് നിന്റെ ദീനിനെ സഹായിക്കുന്നുണ്ടോ നീ സഹായിക്കണം റഹ്മാനെ. നിന്റെ ഹബീബായ നബി തങ്ങളുടെ കുടുംബം, അവർ ഞങ്ങളൊക്കെ വീട്ടിൽ താമസിക്കുമ്പോ വീടില്ലാതെ കഷ്ടപ്പെടുന്ന സയ്യിദന്മാർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ആര് സഹായിച്ചോ അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ വീട് തരണം റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, നല്ലത് ചെയ്യുന്നവർ ഇഖ്ലാസോടെ ചെയ്താൽ ഫലം തന്നെയാണ്. പക്ഷേ സിറാജുൽ ഹുദ കൊണ്ട് കുറെ കാര്യമുണ്ടെന്ന് കണ്ടിട്ട് എനിക്കതിന്റെ പേരിൽ ഞാനൊരു വലിയവനെന്ന് ചിന്തിച്ചുകൂടാ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഹബീബ് നബി തങ്ങൾ ശരീരമാസകലം വെട്ടും കുത്തുമേറ്റ് വീണ മനുഷ്യനെ സംബന്ധിച്ച് സ്വഹാബത്ത് പതാ പുകഴ്ത്തി പറയുമ്പോ അയാൾ നരകക്കാരനാണെന്ന് പറഞ്ഞ നബി തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണെന്ന്. അദ്ദേഹത്തിന്റെ അവസാന നിമിഷം ഷഹീദായി മരിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത് മരിക്കുന്നത് കണ്ടപ്പോൾ ആ വിഷയം വന്ന് പറഞ്ഞ സഹാബത്തിന് നബി തങ്ങളെ മറുപടി, ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിരി. കുറ്റവാളിയായ മനുഷ്യൻ മുഖേനയും മോശക്കാര് മുഖേനയും അള്ളാന്റെ ദീന് അല്ല ശക്തിപ്പെടുത്തും കേട്ടോ. ഞാൻ മുഖേന കുറെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മ നടന്നതിനാൽ ഞാനൊരു നല്ലവനാണെന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ റബ്ബ് എന്നെ കബൂൽ ചെയ്യുമോ, എന്നെ സ്വീകരിക്കുമോ, എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് പാവപ്പെട്ട എനിക്ക് ലഭിക്കണം. അതുപോലെ മുഴുവൻ ഖാദിമീങ്ങൾക്കും ലഭിക്കണം. റബ്ബേ, ഞങ്ങളെ അഹങ്കാരികളാക്കാതെ, അസൂയക്കാരാക്കാതെ, വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാക്കാതെ ഖൈറിന് കാരണമാക്കണം അല്ലാ. ഹിദായത്ത് നിലനിർത്തണം അല്ലാ. നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തെത്തണം എന്ന ആഗ്രഹത്തോടെ നീ എല്ലാം തന്ന രാജാവായ നിന്റെ ലിഖാഹ് കിട്ടണം എന്ന ആഗ്രഹത്തോടെ റബ്ബേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി ആഖിബത്ത് നന്നാക്കി തരണമല്ലാ. ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾ സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങളിൽ നിന്ന് പഠിച്ച മുതഅല്ലിമീങ്ങൾ, ഞങ്ങളോട് സഹകരിച്ചവർ, സഹായിച്ചവർ, വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ, ഞങ്ങളെ ദീനീ ഖിദ്മത്തുകളിൽ പങ്കാളികളായവർ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകന്മാർ, ICF-ന്റെ, RSC-യുടെ, KCF-ന്റെ വിദേശത്തുള്ള പ്രവർത്തകർ, ഞങ്ങളെ സ്ഥാപനങ്ങളുടെ പ്രവർത്തകർ,
ഞങ്ങളെ നാട്ടിലുള്ള മുസ്ലിം ജമാഅത്തിന്റെ SYSന്റെ SSFന്റെ പ്രവർത്തകർ, അതേ സുന്നി ജമിയത്തുൽ മുഅല്ലിമിന്റെ SMAയുടെ പ്രവർത്തകന്മാർ, ജമിയത്തുൽ ഉലമയുടെ ഖാദിബീകളായ ഉലമാക്കൾ, റബ്ബേ മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും ഞങ്ങളെ സഹായികൾക്കും ഈ മദനീയ പരിപാടിയിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും എല്ലാവർക്കും സ്വർഗം തരണേ അല്ലാഹ്. ഞങ്ങളെ അമലുകൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ആരെങ്കിലും പൊക്കിപ്പറയുമ്പോഴോ പുകഴ്ത്തി പറയുമ്പോഴോ ഞങ്ങളൊരു നല്ലവരാണെന്ന ചിന്ത വന്നു പോകാതെ നിന്റെ പാവപ്പെട്ട അടിമകളാണെന്ന ബോധത്തോടെ ജീവിച്ച് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ച്, തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച്, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച്, എല്ലാ അധ്വാനവും അധ്വാനിച്ചുണ്ടാക്കിയ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് വെട്ടി മുറിച്ച് നശിപ്പിക്കുന്ന പുത്തൽവാദികൾക്കെതിരെ, ശരീഅത്തുൽ ഇസ്ലാം തള്ളിപ്പറയുന്ന വ്യാജവാദികൾക്കെതിരെ ആരോഗ്യത്തോടെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ഞങ്ങൾക്കും സർവ്വ മുതഅല്ലിമീകൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ആലിമീകൾക്കും ഖാദിമീകൾക്കും പ്രവർത്തിക്കാൻ ആരോഗ്യവും ദീർഘായുസ്സും ഏറ്റിത്തരണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ റഈസുൽ മുഹീസുന്ന ഞങ്ങളെ പ്രഗൽഭരായ ആലിമീങ്ങൾ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ, ബദർ സാദാത്ത് തങ്ങളടക്കം ഈ സ്റ്റേജിലുള്ള ഒരുപാട് സയ്യിദന്മാർ എല്ലാവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഏറ്റിത്തരണേ അല്ലാഹ്. ഞാൻ കാസർഗോഡ് ഇറങ്ങിയതിന് ശേഷം വണ്ടിയും കൊണ്ടുവന്ന് എന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി എൻ്റെ അടുത്ത് പഠിച്ച ഒരു മുതഅല്ലിമിൻ്റെ ബാപ്പ ഭരിച്ച് കർണാടകയിൽ അവിടെ പോയി തിരിച്ചു വരികയാണ്. എപ്പോഴും സഹായ രംഗത്തുണ്ടാകും. ഞങ്ങളെ പ്രിയപ്പെട്ട ജബ്ബാർ ഹാജിയുടെ അനുജൻ സുഖമില്ലാതെയുണ്ട്, നീ വലിയ ആഫിയത്ത് നൽകണേ അല്ലാഹ്. മഹാനായ കുമ്പോൾ തങ്ങളവറുകൾ, അതുപോലെ കുമ്പോൾ സയ്യിദന്മാർ, ഞങ്ങളെല്ലാ സയ്യിദന്മാർക്കും നീ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ സ്റ്റേജിൽ പങ്കെടുത്ത എല്ലാ സയ്യിദന്മാർക്കും നീ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ മാട്ടൂൽ തങ്ങളുടെ മകനെ ഞാനിവിടെ കണ്ടു, അതുപോലെ താഹിറുൽ തങ്ങളുടെ മക്കളെ കണ്ടു. അല്ലാഹുവേ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും താജുൽ ഉലമ, നൂറുൽ ഉലമ, അതുപോലെ കൻസുൽ ഉലമ, അങ്ങനെ തുടങ്ങി ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.